ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെത്തുന്ന വിവേകിനോട് ധനപാലനും അതുപോലെ തന്നെ വസുന്ധരയും കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഈ കേക്ക് മുറിച്ചു എന്നൊക്കെ ചോദിച്ചതിന് ശേഷം തന്നെ വിവേകെ, ഒരു കാര്യം ഇനി ഞങ്ങൾ നടത്താനായിട്ട് പോവാണ്, നിൻ്റെ വിവാഹം. അത് നല്ല ഗൗരവത്തോടു കൂടി ഞങ്ങൾ ആലോചിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വിവേകിന് സന്തോഷമാവത്തുണ്ട്. വിവേകാണെങ്കിലോ പെൺകുട്ടിയെ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് വിവേക് ആദ്യമായിട്ട് വർഷയെ കാണുന്നതൊക്കെ. അതിനുശേഷം തന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വിവേകിനെ കാണാതെ വർഷ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. വിവേകാണെങ്കിലോ വർഷയെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന വിവേകിന് സന്തോഷമാവുന്നുണ്ട് വർഷയെ കാണുമ്പോൾ. പിന്നീട് നമ്മുടെ മല്ലികയ്ക്കാണെങ്കിലോ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ ഒരു ഫുഡിൻ്റെ എന്തോ കാര്യം പറഞ്ഞതോടുകൂടി തന്നെ എൻ്റെ അമ്മയോ ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടോ എന്ന രീതിയിൽ പറഞ്ഞ് ഓടുന്നുണ്ട്. ചിലപ്പോൾ നോൺ വെജിൻ്റെ എന്തോ കാര്യമാണ്, കാരണം അവർ നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ, അതിൻ്റെ എന്തോ കാര്യം പറഞ്ഞിട്ടാണ് ഓടുന്നത്. അതിനുശേഷം തന്നെ ഇത് ഭയങ്കര ഗൗരവമുള്ള കാര്യം എന്ന രീതിയിൽ തന്നെ സാറ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് മാഡം ഞാൻ പറയുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ധനപാലൻ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ ചെവിയിൽ പറഞ്ഞോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ. അങ്ങനെ ഒരു തമാശ രൂപത്തിലുള്ള ഒരു കാര്യമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നത് തന്നെ. പിന്നീട് കാണിക്കുന്നത് വർഷയെ തന്നെ കേട്ടോ. വർഷയും അതുപോലെ തന്നെ ശിവയുടെ അമ്മയും കൂടി സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയാണ് അയാളുടെ വരവ് എന്ന രീതിയിലൊക്കെ. അപ്പോൾ എന്തോ ഒരു ടെസ്റ്റ് അവിടെ നടക്കാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രമോ റിവ്യൂ കഴിയുന്നത്. എന്തായാലും നല്ല നല്ല കിടിലൻ എപ്പിസോഡായിട്ട് നമുക്കിനി